നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതുവർഷം നേരുന്നു. പുതുവർഷത്തിൽ ബാങ്ക് ഇടപാടുകാർക്ക് ആശ്വാസം തരുന്ന ഒരു പുതിയ മാറ്റം വരുന്നുണ്ട്. വായ്പ നൽകുമ്പോൾ അതിൻ്റെ തിരിച്ചടവ് നിബന്ധനകൾ ബാങ്കുകൾ നിർദ്ദേശിക്കുക പതിവാണ്. ഇങ്ങനെ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ പാലിക്കാതെ വരികയോ പാലിക്കാൻ കാലതാമസം വരികയോ ചെയ്താൽ പിഴപ്പലിശ ഈടാക്കുന്ന രീതിയുമുണ്ട്. ഈ വിധം അധികം ഈടാക്കുന്ന പിഴപ്പലിശ 2% മുതൽ 4% വരെ കാണാറുമുണ്ട്. ഇത് സാധാരണ നിശ്ചയിച്ചിട്ടുള്ള പലിശയ്ക്ക് മേലെയാണ്. മാത്രമല്ല, പിഴപ്പലിശയ്ക്കും സാധാരണ പലിശയിന്മേൽ എന്ന പോലെ കൂട്ടുപലിശയും ബാധകമാണ്. ഇത് ഇടപാടുകാർക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ഇക്കാര്യത്തിൽ യുക്തിസഹമായ ഒരു മാറ്റം വേണമെന്ന് ബോധ്യമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2023 ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് പുതിയ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുകയുണ്ടായി. അതനുസരിച്ച് വായ്പയുടെ നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പിഴപ്പലിശയല്ല, പിഴത്തുകയെ ഈടാക്കുവാൻ പാടുള്ളൂ. ഇതിന് പലിശ ഈടാക്കാനും പാടില്ല. പുതുക്കിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഇക്കാര്യത്തിൽ ബാങ്കുകൾ 2024 ജനുവരി 1 മുതൽ, അതായത് ഇന്നു മുതൽ ചാർജ് ഈടാക്കുവാൻ എന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. ക്രെഡിറ്റ് കാർഡുകൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ ബാധകമല്ല. അതേസമയം കൂടുതൽ വ്യക്തതയും പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ കൂടുതൽ സമയവും വേണമെന്നുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ജനുവരി 1 മുതൽ നൽകുന്ന പുതിയ വായ്പകൾക്കാണ് പുതുക്കിയ നിർദ്ദേശങ്ങൾ ബാധകമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള വായ്പകളിൽ പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കുവാനുള്ള സമയം 2024 ജൂൺ 30 വരെയാണ്. നിലവിലുള്ള വായ്പകൾ ഇതിനു മുമ്പ് പുതുക്കുകയാണെങ്കിൽ അന്ന് മുതൽ തന്നെ പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കണം. ബാങ്ക് ഇടപാടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പുതിയ നിർദ്ദേശങ്ങൾ. എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമല്ല. വായ്പ എടുത്ത ഇടപാടുകാർ നിബന്ധനകൾ പാലിക്കുവാൻ പിഴപ്പലിശ തന്നെയാണ് കൂടുതൽ ഫലപ്രദമെന്നാണ് ബാങ്കുകളുടെ പക്ഷം. പിഴപ്പലിശ ബാങ്കുകൾക്ക് മറ്റൊരു വരുമാന സ്രോതസ്സും കൂടെയാണ് എന്നതും മറ്റൊരു വാസ്തവമാണ്. വായ്പയുടെ കാര്യത്തിൽ ആവശ്യമായ അച്ചടക്കം വേണമെന്നതും അങ്ങനെ ഇല്ലാതിരുന്നാൽ അതിന് പിഴ ഈടാക്കാമെന്നും സമ്മതിക്കുമ്പോൾ തന്നെ ഇടപാടുകാർ വായ്പയുടെ നിബന്ധനകൾ പാലിക്കാതിരിക്കുന്നത് ഒരു വരുമാന മാർഗമായി കാണേണ്ടതില്ല എന്നാണ് കേന്ദ്ര ബാങ്ക് പുതിയ തീരുമാനം മൂലം വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പിഴത്തുക വായ്പയുടെ സ്വഭാവവും പാലിക്കാത്ത നിബന്ധനകളുടെ ഗൗരവത്തിനും അനുസൃതമായിരിക്കണം. ഓരോ ബാങ്കിനും ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ പിഴത്തുക എത്രയെന്ന് നിശ്ചയിക്കാവുന്നതാണ്. പിഴത്തുക ന്യായമായിരിക്കണം എന്ന് മാത്രമാണ് റിസർവ് ബാങ്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിനാൽ ബാങ്കുകൾ തോറും ഇക്കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം.